VSന്റെ അവസാന യാത്രയ്ക്ക് എല്ലാ ആദരവോടും കൂടിയുള്ള ക്രമീകരണങ്ങൾ ഒരുക്കുകയാണ് ജന്മനാട്. ആലപ്പുഴ റിക്രിയേഷൻ ഗ്രൗണ്ടിൽ ഒരേ സമയം 2500 പേർക്ക് നിൽക്കാവുന്ന വലിയ പന്തലാണ് ഒരുങ്ങുന്നത്. റിക്രിയേഷൻ ഗ്രൗണ്ടിലെ പ്രത്യേകം ഒരുക്കിയ പന്തലിലാണ് പൊതുദർശനം നടക്കുക. S. ശ്യാംകുമാർ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. VS അച്യുതാനന്ദന്റെ അവസാന യാത്ര അദ്ദേഹത്തിന്റെ ജന്മനാട്ടിലേക്ക് എത്തുമ്പോൾ ഈ നാടിനും കേരളത്തിനും മുഴുവൻ അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ അർപ്പിക്കാനുള്ള അവസരം ഈ ആലപ്പുഴ റിക്രിയേഷൻ ഗ്രൗണ്ടിലാണ് ഒരുങ്ങുന്നത്. അതിന്റെ അവസാനവട്ട ഒരുക്കങ്ങളിലാണ് ഈ നാടാകെയുള്ളത്. അതിന് നേതൃത്വം നൽകുന്നത് ആലപ്പുഴയുടെ പ്രിയപ്പെട്ട MLA ചിത്തരഞ്ജൻ കൂടിയാണ്. അദ്ദേഹത്തോട് തന്നെ ചോദിക്കാം, എന്താണ് VSന് വേണ്ടി നമ്മുടെ നാട് അവസാനമായിട്ട് നൽകുന്ന ഈ ഒരുക്കങ്ങൾ? നമ്മളെല്ലാം ധരിച്ചതിനേക്കാൾ അപ്പുറമുള്ള വലിയ ജനക്കൂട്ടമാണ് വിലാപയാത്രയെ അനുഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ രാത്രി ഒരു 9 മണിയോടുകൂടി VSന്റെ വീട്ടിലെത്താൻ കഴിയുമെന്നാണ് പ്രതീക്ഷിച്ചിരുന്നെങ്കിലും ഇപ്പോൾ കരുനാഗപ്പള്ളിയിലാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ 6-7 മണിക്കൂറിന്റെ വലിയ വ്യത്യാസം ഇപ്പൊ തന്നെ സംഭവിച്ചു കഴിഞ്ഞു. എങ്കിൽ പോലും എല്ലാ ക്രമീകരണങ്ങളും ഇതിന്റെ അടിസ്ഥാനത്തിൽ ചെയ്യുന്നു. ഇന്നലെ ആകുമ്പോൾ അർദ്ധരാത്രി മുതൽ ഉണ്ടായിട്ടുള്ള ശക്തമായ മഴ നമുക്ക് വീണ്ടും ചില പ്രതിസന്ധികളും പ്രയാസങ്ങളും ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും അതിനെല്ലാം തരണം ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ അന്ത്യയാത്ര ഏറ്റവും അദ്ദേഹത്തിന് കൊടുക്കാവുന്ന ആദരവ്, ആ ആദരവ് ഏറ്റവും ഗൗരവത്തോടുകൂടെ തന്നെ നൽകുന്നതിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഒരു 2500 പേർക്ക് ഒരേ സമയം കയറി പോകാൻ കഴിയുന്ന രീതിയിലേക്കുള്ള പന്തലാണ് നമ്മളിപ്പോൾ അറേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ഗ്രൗണ്ട് നിറച്ച് വെള്ളമായിരുന്നു 2 ദിവസത്തിന് മുമ്പ്. ആ വെള്ളത്തിന്റെ സുഖമാവും നമുക്ക് പറ്റിക്കാൻ കഴിഞ്ഞു. അവിടെ എല്ലാം മണലെല്ലാം വിട്ട് ഭദ്രമാക്കി. ഇപ്പോ ഈ പന്തലിന്റെ പണി ഏകദേശം ഒരു 75% പൂർത്തീകരിച്ചെന്ന് പറയാം. ഇനി കുറച്ച് പരിഗണനകളാണുള്ളത്. അതെല്ലാം ഒരു 10 മണിക്ക് മുമ്പായി ഇതെല്ലാം പൂർത്തീകരിക്കണമെന്നുള്ള നിലയിലേക്കാണ് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വരുന്ന എല്ലാ വാഹനങ്ങൾക്കും അത് പാർക്ക് ചെയ്യാനുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട്. ബീച്ചിനടുത്തായതുകൊണ്ട് തന്നെ ഗതാഗത കുരുക്ക് പരമാവധി ഒഴിവാകും. ആൾക്കാർക്കെല്ലാം ഇവിടെ വന്ന് VSനെ കണ്ടുപോകണം. അവസാനത്തെ ആൾ വരും VSനെ കണ്ട് അധ്യാപകർ അർപ്പിക്കണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അതനുസരിച്ചുള്ള മറ്റ് ക്രമീകരണങ്ങളാണ് ചെയ്യുന്നത്. മീഡിയ അവർക്ക് ഈ കാര്യങ്ങൾ ജനങ്ങളിൽ എത്തിക്കുന്നതിന് വേണ്ടിയുള്ള സൗകര്യങ്ങൾ ഒരുക്കാൻ പരമാവധി ശ്രമിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇന്നിവിടെ ഉച്ച മുതൽ കടകൾ അടച്ച് VSനോട് ആദരവ് പ്രകടിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിലും ഏതാണ്ട് ഒരു 2:30 മണിവരെ ഹോട്ടലുകൾ പ്രവർത്തിക്കുന്നതിന് വേണ്ടി അവർ തന്നെ തീരുമാനിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ അനുമതിയോടുകൂടെ ഞങ്ങളുമായി ആലോചിച്ചുകൊണ്ടാണ്. അപ്പോൾ എത്തിച്ചേരുന്നവർക്ക് കുടിവെള്ളവും ഭക്ഷണവും കൊടുക്കാൻ കഴിയുന്ന രീതിയിലേക്കുള്ള മറ്റ് ക്രമീകരണങ്ങളും എല്ലാം ഉറപ്പാക്കിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അടക്കമുള്ളവർ ഇന്നലെ രാത്രി തന്നെ എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. മറ്റ് നേതാക്കന്മാരെല്ലാം അനുധാവനം ചെയ്തു വരികയാണ്. അപ്പോൾ എന്തായാലും ഇന്നലെ ഈ ആലപ്പുഴ ഉറങ്ങിയിട്ടില്ല. അക്ഷരാർത്ഥത്തിൽ VSന്റെ ഭൌതിക ശരീരം ഏറ്റുവാങ്ങാൻ, അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന് ഏറ്റവും അന്ത്യാഞ്ജലി അർപ്പിക്കുന്നതിന് വേണ്ടി ആലപ്പുഴ ഉറങ്ങാതെ കാത്തിരിക്കുന്നു എന്നുള്ളതാണ് പ്രത്യേകത. ഏതാണ്ട് മരണവാർത്ത സ്ഥിരീകരിച്ചതിന് ശേഷം വൈകുന്നേരം തുടങ്ങിയ കാര്യങ്ങളാണ് ഈ നടന്നുകൊണ്ടേയിരിക്കുന്നത്. നമുക്കെല്ലാം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രതിബന്ധവും പ്രതിസന്ധിയും ഈ കനത്ത മഴയാണ്. ആ മഴയും അതിജീവിച്ചുകൊണ്ട് തന്നെ നമ്മൾ ഈ കാര്യങ്ങളെല്ലാം ഏറ്റവും നല്ല നിലയിൽ തന്നെ സംഘടിപ്പിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ആലപ്പുഴ MLA PP ചിത്തരഞ്ജൻ പറഞ്ഞതുപോലെ തന്നെ VS ആണ് അവസാന യാത്രയ്ക്കായി അദ്ദേഹത്തിന്റെ ജന്മനാട്ടിലേക്ക് എത്തുന്നത്. അദ്ദേഹത്തിന്റെ അവസാന യാത്രയ്ക്കുള്ള ഒരുക്കങ്ങൾ ഏറ്റവും ഗൌരവത്തോടെ ഏറ്റവും ആദരവോടെ നിർവഹിക്കുകയാണ് ആലപ്പുഴയിലെ ജില്ലാ ഭരണകൂടവും ആലപ്പുഴയിലെ ഓരോ വ്യക്തികളും. അതിന്റെ അവസാനവട്ട ഒരുക്കത്തിലാണ് റിക്രിയേഷൻ ഗ്രൗണ്ടിലും ഉള്ളത്. ആദിഷിനൊപ്പം S. ശ്യാംകുമാർ, 24 ആലപ്പുഴ.